നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടി കണക്ഷനിലാണ്. ചിലപ്പോൾ നിങ്ങൾ നോ കോൺടാക്റ്റിലായിരിക്കാം തേർഡ് പേഴ്സണായിട്ട്, അതല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പേഴ്സൺ കോൺടാക്റ്റിലുണ്ട് പക്ഷേ തേർഡ് പാർട്ടി പേഴ്സൻ്റെ ലൈഫിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ഈ തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കുമോ? ഇതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുക നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി. ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി. പിന്നെ തേർഡ് പാർട്ടിയോട് അടുത്ത ചോദ്യം, തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? പിന്നെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് റിലേഷൻഷിപ്പ് വെച്ചുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? പിന്നെ എന്താണ് നടക്കാൻ പോകുന്നത്? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്. നിങ്ങൾക്കിത് ഏത് കാർഡ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിങ്ങും വേണം എന്നുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പറുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഒരു ക്വസ്റ്റ്യൻ്റെ ചോദ്യവും ചെയ്യാറുണ്ട്. യെസ് ഓർ നോ ചോദ്യങ്ങൾ ഞാൻ അങ്ങനെ ഒരൊറ്റ റീഡിംഗ് ആയിട്ട് ചെയ്യാറില്ല. റീഡിങ്ങിൻ്റെ ഇടയിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അങ്ങനെയാണ് പേഴ്സണൽ റീഡിങ്. പിന്നെ പാക്കേജ് റീഡിങ്ങും ഉണ്ട്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അല്ലേ. ഇത് ഒന്നാമത്തെ കാർഡാണ്, ഇത് രണ്ട്, ഇത് മൂന്ന്. ഇത് രണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്നാമത്തെ റീഡിങ്ങിലേക്ക് പോവാണ്. ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജിയാണ്. നമുക്ക് ആദ്യം ഓറക്കൽ മെസ്സേജ് നോക്കാം. ഭഗവാനെ എന്നിട്ട് ഞാൻ ലൈറ്റ് ഇട്ടേക്കാം, ഭയങ്കര ഇരട്ട് പോലെ. ഇപ്പം കൊള്ളാം. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന് പറഞ്ഞാൽ കാര്യത്തിൽ ലൈറ്റ് ഇടാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് നിങ്ങളുടെ ഓറക്കൽ മെസ്സേജ് എന്താണ് ആദ്യത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വരുന്നത് എന്ന് നോക്കാം. ഓക്കെ, അതും തന്നെ വരും. നിങ്ങൾക്ക് 3 കാർഡാണ് വന്നിട്ടുള്ളത്. ഒന്ന് മെഡിറ്റേഷൻ, ഡിസ്കവർ യുവർ ട്രൂ സെൽഫ്. അതിനർത്ഥം നിങ്ങൾ എന്താണ്, നിങ്ങൾ ആരാണ്, നിങ്ങളുടെ കേപ്പബിലിറ്റീസ് എന്താണ് എന്ന കാര്യം നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് കാർഡ് ഓറക്കൽ മെസ്സേജ് പറയുന്നത് നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത കാർഡ് ലോ ഓഫ് കർമ്മ. അപ്പോൾ നിങ്ങൾ എന്താണോ വിതച്ചത് അതാണ് നിങ്ങൾ കൊയ്യുന്നത് ഈ സമയത്ത് എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ചില സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ആരുടെയെങ്കിലും ഇപ്പോൾ ഞാൻ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളത് ആലോചിക്കാറില്ല. പക്ഷേ നമ്മൾ വേറൊരാളുടെ എന്തെങ്കിലും കാര്യം തട്ടിയെടുത്താൽ ഫ്യൂച്ചറിൽ നമ്മളുടെ കയ്യിൽ നിന്ന് ആ സാധനം പോകാനോ വേറെ ആരെങ്കിലും തട്ടിയെടുക്കാനോ ഒരു കാരണം മീൻസ് ഒരു സാധ്യത ഉണ്ടെന്നുള്ള കാര്യം നമ്മളെപ്പോഴും ഓർക്കണം. ഓക്കെ, മൂന്നാമത്തെ കാർഡ് സ്റ്റിൽനെസ്, എക്സ്റ്റേണൽ ഫോഴ്സസ്. അപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ടായിരുന്നു, അതിപ്പോൾ ഒന്ന് ശാന്തമായ പോലെ. പക്ഷേ ഈ ശാന്തത കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ, വീണ്ടും പ്രശ്നങ്ങൾ വരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് 3 കാർഡ്സ് വന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജിയാണിത്. 2 ഓഫ് കപ്സ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആ പേഴ്സൻ്റെ ലൈഫിലുള്ള, അത് നിങ്ങളാവാം തേർഡ് പാർട്ടി ആവാം, ആ പേഴ്സൻ്റെ ലൈഫിലുള്ള ആളുമായിട്ട് ഹൃദയം കൈമാറി. അതുപോലെ തന്നെ ഇവർ തമ്മിൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്, ഒരു മ്യൂച്വൽ അട്രാക്ഷനാണ്. ഇത് ആരുമാവട്ടെ, തേർഡ് പാർട്ടി ആവാം, നിങ്ങളുമാവാം കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും ഈ ആളെക്കുറിച്ച് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ സ്നേഹത്തോടു കൂടിയാണ്
അവരെക്കുറിച്ച് ആലോചിക്കുന്നത്. നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം, ഇതാരാണത്? നിങ്ങളുടെ പേഴ്സൺ ഒരു വളരെ സ്നേഹമുള്ള ഒരു എനർജിയാണ്. മദർ ഓഫ് കപ്സ്, വാട്ടർ സൈൻ ആയിട്ടാണ് കാണുന്നത്. വാട്ടർ സൈൻ ആണെന്നില്ല, ഇവിടെ വാട്ടർ സൈൻ ആണത്. അൺകണ്ടീഷണൽ ലവാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ പേഴ്സൺ ആലോചിക്കുന്ന ആൾ ഇപ്പം ആരെക്കുറിച്ചാണോ ആലോചിക്കുന്നത്, 24 hours നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിലാണ് ഈ ആളുള്ളത്. നിങ്ങളാവാം, തേർഡ് പാർട്ടി ആവാം, എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും വളരെ സ്നേഹമയിയായ, വളരെ സ്നേഹത്തോടെ ഈ പേഴ്സണോട് പെരുമാറുന്ന ഒരു പുരുഷനോ സ്ത്രീയോ ആവാം. മൈൻഡ് ഗെയിംസ് ഒന്നും കളിക്കാത്ത, കള്ളത്തരമൊന്നും ഇല്ലാത്ത, നേരെ വാ നേരെ പോകുന്ന ഒരു എനർജിയുള്ള ഒരാളാണ്. നിങ്ങളുടെ ആളെക്കുറിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും 24 മണിക്കൂറും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പേഴ്സണോട് വളരെ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ പെരുമാറുന്നത്. കാരണം അവർ അതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ഒരു പേഴ്സണോട് പെരുമാറുന്നത്. അവർ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനത്തെ ഒരു എനർജിയാണ്. നിങ്ങളാവാം, തേർഡ് പാർട്ടി ആവാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? അതാണ് നമ്മൾ നോക്കുന്നത്. പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? ഈ സിറ്റുവേഷൻ അവസാനിക്കരുതെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഡെത്ത് കാർഡ് റിവേഴ്സാണ്. തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കേണ്ട ഒരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. പക്ഷേ ആ സിറ്റുവേഷൻ ഉപേക്ഷിക്കാൻ പറ്റില്ല. എനിക്ക് ആ സിറ്റുവേഷൻ ഞാൻ ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ ആ ചേഞ്ച്, തേർഡ് പാർട്ടി ഇല്ലാത്ത ഒരു മുമ്പോട്ടുള്ള ജീവിതം, അത് വേണ്ട എന്ന് പറഞ്ഞ് അതിനെ റെസിസ്റ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. അത് ചിലപ്പോൾ നിങ്ങളോട് തുറന്ന് പറയാൻ വഴിയുണ്ട്. ഇവിടെയും ആ ക്വീൻ ഓഫ് കപ്സ് വരുന്നുണ്ടോ? ഈ ക്വീൻ ഓഫ് കപ്സ് ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിക്ക് ചിലപ്പോൾ നിങ്ങളുടെ കാര്യം അറിയില്ലായിരിക്കാം. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് നിന്ന് ഒന്നും മറച്ചു വെക്കുന്നില്ല എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ മറച്ചു വെച്ചിട്ടാണ് ഇതുവരെ എത്തിയെങ്കിൽ ചിലപ്പോൾ ചില സമയത്ത് ഒരു ഇങ്ങനെ ഉഴപ്പ് സ്വഭാവമുള്ള സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടാവും. അപ്പോൾ അവർ പലരുടെയും ജീവിതത്തിൽ ചെന്ന് കയറും, ഇറങ്ങിപ്പോരും, അങ്ങനെയൊക്കെ. അവർക്ക് സ്ഥിരമായിട്ടൊരു പാർട്ട്ണർ ഉണ്ടാവാം. പക്ഷേ വേറെ ആൾക്കാരുടെ ജീവിതത്തിൽ ചെന്ന് കയറും. അത് കഴിഞ്ഞ് അവർ കുറേ നാൾ കഴിയും ബോറടിക്കുമ്പോൾ ഇറങ്ങിപ്പോവും. അതുപോലത്തെ ഒരു സ്വഭാവമാണ് നിങ്ങളുടെ പേഴ്സൻ്റെ. പക്ഷേ ഇപ്രാവശ്യം പേഴ്സൺ ചെന്ന് കയറിയത് വളരെ നിഷ്കളങ്കതയുള്ള ഒരു സ്ത്രീയോ പുരുഷനോ ആരാന്നറിയില്ല, അവരുടെ ജീവിതത്തിലേക്കാണ് ചെന്ന് കയറിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കള്ളത്തരം, നിങ്ങളുടെ പേഴ്സൺ അവരെ ഉപയോഗിക്കുകയാണ് എന്നൊക്കെ ഉള്ള ആ ഒരു ബോധം അവർക്കില്ല. അവർ മനസ്സറിഞ്ഞ് ഈ പേഴ്സണ് സ്നേഹം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഒരു ഗിൽറ്റി കോൺഷ്യസ് ആവുന്നുണ്ട്. പതുക്കെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ സ്നേഹിച്ചു തുടങ്ങുന്നുണ്ട്. അവരുടെ ശരിയായ സ്വഭാവം കണ്ടപ്പോൾ മറ്റ് ആളുകളെ പോലെ അല്ല. ചില സമയത്ത് എന്താ പറ്റുമെന്നറിയോ, എല്ലാത്തിലും കൊടുക്കൽ വാങ്ങലുകളുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരാൾ കൊടുത്താൽ തിരിച്ച് ഒരു ഭാര്യയ്ക്ക് ഭർത്താവ് എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഭർത്താവിൽ നിന്ന് ഭാര്യ പലതും പ്രതീക്ഷിക്കുന്നു. ഭർത്താവ് കൊടുക്കുമ്പോൾ ഭർത്താവ് ഭാര്യയിൽ നിന്ന് പലതും പ്രതീക്ഷിക്കും. ചില സമയത്ത് ഒന്നും പ്രതീക്ഷിക്കാത്ത ഒരു എനർജി വന്ന് കയറും. അപ്പം നമ്മളുടെ ശീലം എന്താണ്? കൊടുക്കൽ വാങ്ങൽ. അതാണ് നോർമൽ. കൊടുക്കൽ വാങ്ങലുകളാണ് നമ്മൾക്ക് ശീലം. പക്ഷേ നമ്മൾ ഒന്നും കൊടുക്കുന്നില്ല, പക്ഷെ നമുക്ക് വാരി കോരി തരുമ്പോൾ ഒരമ്മയെ പോലെ. അവിടെയാണ് അമ്മമാരുടെ വ്യത്യാസം. അപ്പോൾ അമ്മയെപ്പോലെ, എല്ലാ അമ്മമാരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും അങ്ങനത്തെ അമ്മമാർ ഇഷ്ടം പോലെയുണ്ട്. മക്കളെ അഗാധമായിട്ട് സ്നേഹിക്കുന്ന, മക്കൾ തിരിച്ചൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നോക്കുന്ന അമ്മമാരുണ്ട് ആത്മാർത്ഥതയോടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഇതൊരു അമ്മയുടെ സ്വഭാവമുള്ള, അമ്മയെപ്പോലെ സ്നേഹം കൊടുക്കുന്ന, സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ള ഒരു എനർജിയാണ്. നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ ആണ് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതിരിക്കാനും പറ്റുക. നമ്മൾ കോഡിപ്പെൻഡൻസി ആകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങും. ഇവിടെ ഇവർ ഭയങ്കര സ്ട്രോങ് ആണ്. ഇവർ സ്വന്തം കാലിൽ നിൽക്കുന്നവരാണ്. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായി? അങ്ങനത്തെ ഒരു എനർജിയാണ്.
അപ്പോൾ ഇതാണായാലും പെണ്ണായാലും വളരെ സ്ട്രോങ് ആയ എനർജി ആകുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവരോട് മൈൻഡ് ഗെയിംസ് കളിക്കാൻ നോക്കി കിട്ടും. അവർ അതൊന്നും വകവയ്ക്കുന്നില്ല. അവരെപ്പോഴും എന്നും നിങ്ങളുടെ പേഴ്സണെ ഒരുപോലെയാണ് സ്നേഹിക്കുന്നത്. ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കൊടുത്താലും കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്. അപ്പം നിങ്ങളുടെ പേഴ്സൺ പതുക്കെ ആദ്യമൊക്കെ കള്ളത്തരം പറഞ്ഞിട്ടാണ് ആ റിലേഷൻഷിപ്പിൽ നിന്നത്. പക്ഷെ പിന്നെ പിന്നെ എല്ലാ കാര്യവും ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരനെ പോലെയായി തേർഡ് പാർട്ടി, അല്ലെങ്കിൽ മനസാക്ഷി സൂക്ഷിപ്പുകാരിയെ പോലെയായി തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണ്. അവിടെയാണ് വ്യത്യാസം. അപ്പം നിങ്ങളുടെ പേഴ്സൺ ഈ തേർഡ് പാർട്ടി വളരെ പൈസയുള്ള ഒരു ബിസിനസ്സുകാരനോ ആണ്. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ പൈസ കൊടുത്ത് സഹായിക്കാനും കഴിവുള്ള ഒരു എനർജിയാണ്. അപ്പോൾ അവർക്കൊന്നും വേണ്ട. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ അറിയില്ല ഇവർക്ക് എന്ത് കൊടുത്താലാണ് ശരിയാവുക എന്ന്. മനസ്സിലാവണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഒരു വളരെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഒരു എനർജി, സ്നേഹമയിയായ അല്ലെങ്കിൽ സ്നേഹമുള്ള ഒരു ആളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ അത് സഹിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് പോയേക്കുന്ന കാര്യങ്ങൾ കേട്ടോ. ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്തുകൊണ്ടാണ് നമ്മൾ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ സ്വഭാവം തേർഡ് പാർട്ടി വന്നതോടുകൂടി വളരെയധികം വ്യത്യാസങ്ങൾ. വളരെ സെൽഫിഷ് ആയിരുന്ന നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സെൽഫിഷ്നെസ്സിനെ കുറിച്ചോ ഇൻസെക്യൂരിറ്റിയെ കുറിച്ചോ ഒന്നുമല്ല. ഇവരിൽ നിന്ന് കുറേ പാഠങ്ങൾ നിങ്ങളുടെ പേഴ്സൺ പഠിച്ചു. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇവരില്ലാതിരുന്നാൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു ഇൻസെക്യൂരിറ്റി വരുന്നുണ്ട്. തേർഡ് പാർട്ടി പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ എൻ്റെ കാര്യം എന്താവും എന്നൊരു പേടി നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിലുണ്ട്. ഒരു സീക്രട്ട് ഒളിക്കുന്നില്ല, ഒരു പ്ലാനിങ്ങും നടക്കില്ല നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പാർട്ടിയുടെ മുമ്പിൽ. അവർ ഭയങ്കര സ്മാർട്ടാണ് താനും, അവർ ഭയങ്കര സ്ട്രോങ് ആണ്. മനസ്സിലായി? ഒരു കോഡിപ്പെൻഡൻ്റ് അല്ല നിങ്ങളുടെ പേഴ്സണായിട്ടോ ആരുമായിട്ടും. അവർ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പം നിങ്ങളുടെ പേഴ്സണ് പേടി എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടോ, തേർഡ് പാർട്ടിയുടെ ലൈഫിൽ വേറെ ആരെങ്കിലും വരുമോ എന്നൊരു ടെൻഷൻ നിങ്ങളുടെ പേഴ്സണുണ്ട്. പേഴ്സണ് ഭയങ്കര ഹാർട്ട് ബ്രേക്കാണ്. തേർഡ് പാർട്ടി വേറെ ആരെങ്കിലും ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ്. അതുപോലെ തന്നെ നിങ്ങളോടുള്ള സ്നേഹം തേർഡ് പാർട്ടിയുടെ മുമ്പിൽ നിങ്ങളൊന്നുമല്ലാതായി പോകുന്ന ഒരു സിറ്റുവേഷനാണ്. തേർഡ് പാർട്ടിയുടെ മുമ്പിൽ നിങ്ങൾ ഭയങ്കര ക്രൂരതയുള്ള ഒരു എനർജി ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ, വളരെ സെൽഫിഷ്നെസ് ഉള്ള അസൂയയുള്ള ഒരു എനർജി ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുന്നത് കേട്ടോ. അപ്പോൾ അവിടെയാണ് പ്രശ്നം. ഇവിടെ സ്ട്രോങ് ആയിട്ട് വരുന്ന സോഡിയാക് സൈൻ സ്കോർപ്പിയോ മാത്രമാണ്. സ്കോർപ്പിയോയും ഏരീസും അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പേടിയാണ് തേർഡ് പാർട്ടി ഇല്ലാതാകുക എന്നൊരു സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സണ് ചിന്തിക്കാനേ പറ്റുന്നില്ല. അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഫീലിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ വേറെ ആരുമായിട്ട് ഷെയർ ചെയ്യാൻ റെഡിയല്ല. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഒന്നും ഷെയർ ചെയ്യാൻ റെഡിയല്ല. തേർഡ് പാർട്ടി തന്നെയാണ് ഈ പേഴ്സണ് എല്ലാം. വേണമെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഡിവോഴ്സ് ചെയ്യും, പക്ഷെ എന്നാലും തേർഡ് പാർട്ടിയെ വിടില്ല. തേർഡ് പാർട്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ, പക്ഷേ അവരെ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ടല്ല കാണുന്നത് ഇവിടെ. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണ് ട്രാപ്ഡ് ആയ ഒരു ഫീലിംഗ് അല്ല തേർഡ് പാർട്ടി കൂടെ നിൽക്കുമ്പോൾ ഉള്ളത്. ഈ പേഴ്സൺ തേർഡ് പാർട്ടിയെ ട്രാപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ തേർഡ് പാർട്ടി അതിനകത്ത് നിൽക്കില്ല. അതുകൊണ്ടാണ് തേർഡ് പാർട്ടി റെസിസ്റ്റ് ചെയ്യുന്നുമില്ല, ഒന്നും ചെയ്യുന്നില്ല. ഈ പേഴ്സൺ ചിലപ്പോൾ ആദ്യമൊക്കെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി മാത്രമായിരുന്നില്ല, പല തേർഡ് പാർട്ടികൾ ഉണ്ടായിട്ടുണ്ടാവാം. അതൊന്നും തേർഡ് പാർട്ടി റെസിസ്റ്റ് ചെയ്തില്ല. അവരതിലൊന്നും അന്വേഷിച്ചുമില്ല, ഒന്നും നിങ്ങളെക്കുറിച്ചും ഡിസ്കസ് ചെയ്യാറില്ല. ഇവർ തമ്മിലുള്ളപ്പോൾ അവർ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നു. തേർഡ് പാർട്ടി വളരെ വിവരമുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ സില്ലി ആയിട്ട് കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല. നിങ്ങളുടെ പേഴ്സൺ എത്ര റിലേഷൻഷിപ്പ് ഉണ്ട്, ആരുടെ കൂടെയാണ്, വേറെ ആരെങ്കിലും ഉണ്ടോ, ഇതൊന്നും അവർ അന്വേഷിച്ചിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് തന്നെ അതുപോലെ അസൂയൊന്നും ഇവർ കാണിക്കുന്നില്ല നിങ്ങളുടെ പേഴ്സണോട്. അതുകൊണ്ട് തന്നെ സ്വമേധയാണ് നിങ്ങളുടെ പേഴ്സൺ വേറെ ഉണ്ടായിരുന്ന തേർഡ് പാർട്ടികളെല്ലാം ഉപേക്ഷിച്ചത്. ഇവനും നിങ്ങളെപ്പോലും ഈ പേഴ്സൺ ഇപ്പോൾ അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല, നിങ്ങൾക്കറിയാം. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അയ്യോ ഞാൻ തേർഡ് പാർട്ടിക്ക് പോരാ എന്ന് വെച്ചാൽ തേർഡ് പാർട്ടി ഭയങ്കര ഒരു വലിയൊരു എന്താ പറയുക
ഒരു ആരാധനയാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട്. അപ്പോൾ തേർഡ് പാർട്ടിയുടെ ഒപ്പം നിൽക്കാൻ യോഗ്യതയില്ല എനിക്ക് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. മനസ്സിലായി? അതിലപ്പോൾ അത് സ്വന്തം സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വരുത്താൻ നിങ്ങളുടെ പേഴ്സൺ മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ തേർഡ് പാർട്ടിയെ പ്ലീസ് ചെയ്യാമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആലോചിക്കുന്നത്. എന്ത് ചെയ്താലും തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കാൻ നിങ്ങളുടെ പേഴ്സൺ റെഡി അല്ല കേട്ടോ. ഇവിടെ 9 ഓഫ് വാൻഡ്സ് റിവേഴ്സ് അല്ല, സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഞാൻ തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കില്ല എന്നൊരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. വേണമെങ്കിൽ നിങ്ങളെ ഡിവോഴ്സ് ചെയ്യാൻ വഴിയുണ്ട്. പക്ഷെ തേർഡ് പാർട്ടിയുടെ കൂടെ നിൽക്കുമ്പോൾ ഈ പേഴ്സണ് നുണ പറയേണ്ടി വരുന്നില്ല. അതാണ് ഈ പേഴ്സൺ ഭയങ്കര പോസിറ്റീവായിട്ട് കാണുന്ന ഒരു കാര്യം. തേർഡ് പാർട്ടിയിൽ എന്തും പറയാം, അവർ നിങ്ങളുടെ പേഴ്സണെ ജഡ്ജ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നത്? ഇവിടെ സ്ട്രോങ് ആയിട്ട് ലീബ്രയാണ് കാണിക്കുന്നത്. ഇനി എന്താണ് നടക്കുക? ഇവിടെ ക്യാൻസർ സോഡിയാക് സൈൻ ഉണ്ട് കേട്ടോ, ഞാൻ പറയാൻ മറന്നു പോയതാണ്. എന്താണ് അടുത്ത് നടക്കാൻ പോകുന്നത്? നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ വേണ്ടെന്ന് വെക്കും. മനസ്സിലായോ? ഇപ്പം ഫാമിലി ഒന്നും ഈ പേഴ്സൺ പ്രശ്നമല്ല. കുട്ടികൾ, ഫാമിലി, ഈ പേഴ്സൻ്റെ സൽപ്പേര്, മറ്റുള്ളവരെന്ത് വിചാരിക്കും, ഇതൊന്നും നിങ്ങളുടെ പേഴ്സണ് പ്രശ്നമേ അല്ലാതെ മാറും കുറച്ചും കൂടെ കഴിയുമ്പോൾ. ഇപ്പോഴേ അല്ല. ഈ പേഴ്സൺ ഇപ്പോൾ സെൽഫ് ഡെവലപ്മെൻ്റ് ആണ് നോക്കുന്നത്. മനസ്സിലായോ? ഞാൻ എങ്ങനെയാണ് ഹാപ്പി ആവുന്നത്, ഞാൻ എങ്ങനെയാണ് ഒരു ബെറ്റർ പേഴ്സൺ ആവുന്നത്, ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നോക്കുന്നത്. പിന്നെ നിങ്ങളുടെ പേഴ്സൺ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ നോക്കുന്നുണ്ട്. അതുപോലെ സ്വന്തം കാര്യത്തിൽ കുറേ കൂടെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ചിലപ്പോൾ പെണ്ണാണെങ്കിലും ആണാണെങ്കിലും കാണാൻ ബ്യൂട്ടി പാർലറിൽ പോവുക, നല്ല നല്ല ഡ്രസ്സ് എടുക്കുക, പിന്നെ ജിം ജോയിൻ ചെയ്യുക, ഭക്ഷണക്രമം നോക്കുക, എക്സസൈസ് ചെയ്യുക, ഇതൊക്കെ നിങ്ങളുടെ പേഴ്സൺ. അതുപോലെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ സെപ്പറേറ്റ് ആയിട്ടൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടാവാം പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഫാമിലി ജീവിതത്തിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ. നിങ്ങളുടെ ഈ മാരേജിൽ സ്റ്റെബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിന് സ്റ്റെബിലിറ്റി ഇല്ല. തേർഡ് പാർട്ടിയുടെ കൂടെയാണ് സ്റ്റെബിലിറ്റി എന്നാണ് നിങ്ങൾ പേഴ്സൻ്റെ മനസ്സിൽ ഓൾറെഡി അത് കയറിയിട്ടുണ്ട്. ഇനി അങ്ങനെയാണ് നടക്കാൻ പോകുന്നത്. നിങ്ങളുടെ വിവാഹ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് ശിഥിലമാവും. അപ്പോൾ നിങ്ങൾ പ്രശ്നം ഉണ്ടാകും. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഈ പേഴ്സൺ ഡിവോഴ്സിലേക്ക് പോകും. അതാണ് കാണുന്നത് കേട്ടോ. പേഴ്സൺ തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കില്ല. അപ്പോൾ അതാണ് ഫസ്റ്റ് കാർഡിൻ്റെ റീഡിങ്. എനിക്ക് എനർജി പ്രശ്നം ഉണ്ടാകും. അതാണ് ആദ്യത്തെ റീഡിങ്. ഇനി ഞാൻ രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ റീഡിങ്ങിൻ്റെ കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജിയാണ് കാണിക്കുന്നത്. നമുക്ക് ഓറക്കൽ മെസ്സേജ് ആദ്യം നോക്കാം. ഭഗവാനെ, നിങ്ങൾക്ക് എന്ത് ഓറക്കൽ മെസ്സേജാണ് ഭഗവാൻ തരാൻ ആഗ്രഹിക്കുന്നത്? ഈ ഒരു സിറ്റുവേഷൻ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്ത് ഓറക്കൽ മെസ്സേജാണ് ദൈവം തരാൻ ആഗ്രഹിക്കുന്നത്? ഭഗവാനെ, എന്ത് മെസ്സേജാണ് നിങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നത്? ഒരു കാർഡാണ് പറഞ്ഞത്, വേറൊരു കാർഡ് പറഞ്ഞില്ല. ഒരു കാർഡ്. നിങ്ങളൊരു വഴിത്തിരിവിലാണെന്നാണ് പറയുന്നത്, ക്രോസ് റോഡ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു തീരുമാനം എടുക്കേണ്ട ഒരു വഴിത്തിരിവിലായിരിക്കാം. അപ്പോൾ എന്ത് തീരുമാനം എടുക്കണമെന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ തേർഡ് പാർട്ടി കണക്ഷനിലിരിക്കുന്ന പേഴ്സൻ്റെ ഓവറോൾ എനർജി. ഹാങ്ഡ് മാനാണ് ഈ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്കാണ്. പേഴ്സൺ തീരുമാനമെടുത്തിട്ടില്ല.
അത് അവിടെ അതേ ക്രോസ് റോഡാണ് കാണിച്ചത്. അപ്പോൾ ഹാങ്ഡ് മാൻ എന്ന് പറഞ്ഞാൽ സറണ്ടർ ചെയ്യുക എന്ന് വെച്ചാൽ കൈവിട്ട് കളയുക. പലതരത്തിൽ നോക്കിയിട്ടും ഒരു സൊല്യൂഷൻ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബ്രേക്ക് എടുത്തിട്ട് പല വ്യൂ പോയിന്റ്സ് എടുക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ചിലപ്പോൾ പലരോട് സംസാരിക്കുന്നുണ്ടാവാം, ഇതെങ്ങനെ സോൾവ് ചെയ്യാം എന്ന ഒരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ. ഇത് പൈസീസ് സോഡിയാക് സൈൻ ആണ്. നമുക്ക് നോക്കാം. എങ്ങനെ തിരിച്ചാലും റിവേഴ്സ് കുറേ ഉണ്ട്. കാർഡാണ്, എല്ലാം റിവേഴ്സാണ് വന്നിരിക്കുന്നത്. എങ്ങനെ നോക്കിയിട്ട് ആലോചിച്ചിട്ടും ഇവിടെ ഒരു മുന്നോട്ട് പോകുക എന്നത് ഈസി അല്ല എന്നൊരു ചിന്ത ഈ പേഴ്സൻ്റെ. കാരണം ഒരു ഫ്യൂച്ചർ കാണുന്നില്ല, സ്നേഹമില്ല. അതുപോലെ ഈ പേഴ്സൺ ഒരു നിർവികാരതയാണ് നിങ്ങളുടെ പേഴ്സണ്. മനസ്സിലായോ? ഇപ്പോൾ ഒരു നിർവികാരമായ സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ. വെള്ളം കുടിച്ചതാ. ഇവിടെ ടോറസ്, ലീബ്ര ഉണ്ട്, പൈസസും ആണ്. വളരെ നിർവികാരമായൊരു സിറ്റുവേഷനാണ് നിങ്ങളുടെ പേഴ്സണ്. സ്ട്രെസ്സൊന്നുമില്ല, കുറേ സ്ട്രെസ്സ് അടിച്ചു. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ കൈവിട്ട് ഇനി എന്തെങ്കിലും ആവട്ടെ എന്ന ഒരു സിറ്റുവേഷൻ. അതാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? 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 ഡിസപ്പോയിൻമെൻ്റ് ആണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ, തേർഡ് പാർട്ടി ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണോ, തേർഡ് പാർട്ടി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയപ്പോഴുള്ള ഡിസപ്പോയിൻമെൻ്റ് ആണോ, നമുക്കത് ക്ലാരിഫൈ ചെയ്യാം കേട്ടോ. എന്നുവെച്ചാൽ തേർഡ് പാർട്ടി പാസ്റ്റിലെ ഓർത്തിട്ടാണ് ഈ പേഴ്സൺ ടെൻഷൻ അടിക്കുന്നത്. ഒരു സൊല്യൂഷൻ കാണുന്നില്ല എന്ന് പറഞ്ഞില്ലേ, പേഴ്സൻ്റെ മുമ്പിൽ സൊല്യൂഷൻ ഉണ്ട്, പക്ഷേ ഈ പേഴ്സൺ കാണുന്നില്ല അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുന്നത്. പാസ്റ്റിലേക്ക് ശ്രദ്ധ ഇരിക്കുന്ന ഒരു പേഴ്സണാണ്. എന്തായാലും എടുക്കുകയാണെന്നില്ല. കമ്മ്യൂണിക്കേഷൻ, ഡിസിഷൻ, സ്ട്രെസ്, റീകൺസിലിയേഷൻ പോസിബിൾ അല്ല. റീകൺസിലിയേഷൻ പോസിബിൾ, ഒരു ഡിസിഷൻ എടുക്കണം പേഴ്സൺ. ഈ പേഴ്സൺ ഒരു സിറ്റുവേഷൻ വഴിത്തിരിവെന്ന് പറഞ്ഞില്ലേ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും ഇതൊരു വഴിത്തിരിവാണ്. അപ്പോൾ ഈ ഓറക്കിൾ മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ ആണോ എന്ന് എനിക്കറിയില്ല. എന്താണെന്ന് വെച്ചാൽ
നിങ്ങളുടെ ജീവിതം ഒരു വഴിത്തിരിവിലായിരിക്കും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു കാര്യം തീരുമാനിച്ചു വെച്ചേക്കാം, ഞാനിത് ഇത് തേർഡ് പാർട്ടിയും ഉള്ള ഒരു സിറ്റുവേഷനിൽ ഞാൻ നിൽക്കില്ല എന്നൊരു ഡിസിഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പേഴ്സണോട് പറഞ്ഞപ്പോൾ പേഴ്സൺ അത് ഒന്നില്ലെങ്കിൽ തേർഡ് പാർട്ടി അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഡിസിഷനിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പോകണം. അപ്പോൾ പേഴ്സൺ തീരുമാനം എടുക്കാനുണ്ട്, പേഴ്സണ് തീരുമാനം എടുക്കാനുണ്ട്. പക്ഷെ പേഴ്സൺ തീരുമാനത്തിലേക്ക് പോകുന്നില്ല. പേഴ്സൺ 3 പേരും വേണം എന്നാണ് പറയുന്നത്. നിങ്ങൾ 3 പേരും, നിങ്ങളും പേഴ്സണും നിങ്ങൾ 2 തേർഡ് പാർട്ടിയും നിങ്ങളും. എങ്ങനെ അതിലാണ് പേഴ്സൺ സൊല്യൂഷൻ കണ്ടെത്തുന്നത്. എങ്ങനെ നിങ്ങളെയും തേർഡ് പാർട്ടിയെയും ഒരുപോലെ ഒരേ സമയം റിലേഷൻഷിപ്പിൽ കൊണ്ടുപോകാമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ നോക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഉപേക്ഷിക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ഉണ്ട്, തേർഡ് പാർട്ടിയെയും നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമാണ്. പക്ഷേ നിങ്ങൾ പേഴ്സൻ്റെ ചീത്ത സമയത്തൊക്കെ നിങ്ങളാണ് കൂടെ നിന്നത്. നിങ്ങളും പേഴ്സണുമായിട്ട് ഇന്നും ഇന്നലെയും തുടങ്ങിയ റിലേഷൻഷിപ്പ് അല്ല, കുറേ വർഷങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പാണിത്. അപ്പോൾ നിങ്ങളെ ഉപേക്ഷിക്കാൻ നിങ്ങളുടെ പേഴ്സണ് പറ്റില്ല. മനസ്സിലായി? എന്നാലും തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കാനും പറ്റില്ല. അപ്പോൾ തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കാൻ പറ്റാത്ത കാര്യം നിങ്ങളോട് പറയണമെന്നുണ്ട്. പക്ഷെ എങ്ങനെ പറയും? അതിനാണ് ഈ പേഴ്സൺ സൊല്യൂഷൻ കണ്ടെത്താൻ നോക്കുന്നത്. അപ്പോൾ അവസാനം സറണ്ടർ ചെയ്തു, ഇതിൻ്റെ പുറകെ വരണ പോലെ വരട്ടെ എന്നാണ് ഒരു സിറ്റുവേഷൻ. പക്ഷെ വരുന്നത് പോലെ അല്ല വരാൻ പോകുന്നത്. ഒരാൾ ഇതിനകത്ത് ഡിസൈഡ് ചെയ്യേണ്ടി വരും. കാരണം നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നുണ്ട് ഇവിടെ ഒരു കാർമിക് സിറ്റുവേഷൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ഉറങ്ങിക്കിടന്ന കുറേ കാര്യങ്ങൾ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് വന്നപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണലി ഓർമ്മയില്ലാത്ത കുറേ കാര്യങ്ങൾ ഓർമ്മയുണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണോ എന്ന് പോലും നിങ്ങളുടെ പേഴ്സണ് സംശയമുണ്ട്. അതുകൊണ്ടാണ് തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കാൻ പറ്റാത്തത്. പക്ഷെ നിങ്ങളുമായിട്ട് ഈ ജന്മത്തിലുള്ള കണക്ഷനാണ്. അതും തേർഡ് പാർട്ടി വരുന്നത് വരെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഭയങ്കര സന്തോഷത്തിലാണ് ജീവിച്ചിരുന്നത്. നിങ്ങൾ തമ്മിലൊന്നും മറച്ചു വെച്ചിട്ടില്ല. പക്ഷെ തേർഡ് പാർട്ടി വന്നപ്പോഴാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ പ്രശ്നം ഉണ്ടാവാൻ തുടങ്ങിയത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഈ സിറ്റുവേഷനിൽ സോറി പറയില്ല. പക്ഷേ നിങ്ങൾ തേർഡ് പാർട്ടിയെ വിട്ട് കളയാനും പേഴ്സൺ സമ്മതിക്കില്ല. മനസ്സിലായോ? ഭയങ്കര പൊസസീവാണ്, 2 പേരോടും പൊസസീവാണ്. അതെങ്ങനെ കൊണ്ടുപോകുമെങ്കിൽ റിലേഷൻഷിപ്പ് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല. കാരണം ഈ പേഴ്സൺ നിങ്ങളോട് 2 പേരും പൊസസീവാണ്. ഇവിടെ 2 പേരെയും കൂടെ 3 പേര്, നിങ്ങൾ 3 പേരും ഒരുമിച്ചായിരിക്കണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണാറില്ല യൂട്യൂബിൽ 2 സ്ത്രീകളെ വിവാഹം കഴിച്ച് 3 സ്ത്രീകളെ വിവാഹം കഴിച്ച് ഒരാളെന്നൊക്കെ. മനസ്സിലായോ? അപ്പോൾ അതൊക്കെ കണ്ടിട്ടായിരിക്കും പ്രചോദനം കിട്ടുന്നവർക്ക്. എനിക്ക് അറിഞ്ഞുകൂടാ എന്താ സിറ്റുവേഷൻ, അങ്ങനെയാണ് കാണിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ സങ്കടം, നിങ്ങളുടെ ഹാർട്ട് ബ്രേക്ക് ഇതെല്ലാം വളരെ സമർത്ഥമായിട്ട് ഈ പേഴ്സൺ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുണ്ടോ? എന്ന് വെച്ചാൽ ഭയങ്കര സ്വാർത്ഥതയുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. തുറന്ന് പറയണം. കാരണം നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീലിങ്സ്, നിങ്ങൾ ഏത് ഇമോഷനിൽ കൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്നൊന്നും ഈ പേഴ്സൺ അറിയണ്ട. അതാണ് ഇവിടുത്തെ കാര്യം. മനസ്സിലായോ? പേഴ്സൺ വിചാരിക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സണെ സ്നേഹിക്കുമ്പോൾ ആ പേഴ്സൻ്റെ സന്തോഷമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് തേർഡ് പാർട്ടിയും കൂടെ ആക്സെപ്റ്റ് ചെയ്തുകൂടാ? ഇതാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. ചിലപ്പോൾ കുറച്ചൊരു മെൻ്റൽ ഇഷ്യൂ ഉള്ള ഒരാളായിരിക്കാം, അറിയില്ല. സ്കോർപ്പിയോ ഉണ്ട് ഇവിടെ. സ്കോർപ്പിയോ ആണ് സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത്. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഉദ്ദേശം? പേഴ്സൻ്റെ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് ഇതാണ്. ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ടാണ് തോന്നുന്നത്. തേർഡ് പാർട്ടിയും കൂടെ ചേർത്ത് നിർത്താൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കേണ്ട ഒരു സിറ്റുവേഷനെ കുറിച്ച് ഈ പേഴ്സൺ ചിന്തിക്കുമ്പോൾ തന്നെ തലകറങ്ങുമെന്ന് പറയില്ല, അതുപോലത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഉദ്ദേശം? നമ്മളത് ഓൾറെഡി കണ്ടു കഴിഞ്ഞു. എന്നാലും തേർഡ് പാർട്ടിയോടും നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര പാഷനറ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം തേർഡ് പാർട്ടിയിൽ നിന്ന് അകന്ന് നിൽക്കുകയാണെങ്കിലും പതുക്കെ പിന്നെയും തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് ഇപ്പോൾ തൽക്കാലം പറഞ്ഞിട്ട് തേർഡ് പാർട്ടിയായിട്ട് കണക്ഷൻ ഇല്ലയെന്ന് നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. പതുക്കെ നിങ്ങളെ പറഞ്ഞ് നിങ്ങളുടെ മനസ്സ് മാറ്റാൻ പറ്റും എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. ഇവിടെ ആദ്യത്തെ കാർഡ് കണ്ടപ്പോൾ തേർഡ് പാർട്ടിയായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അല്ല, നിങ്ങളുടെ പേഴ്സൺ ഈ സിറ്റുവേഷനിലാണ് ഡിസപ്പോയിൻമെൻറ്റ്. നിങ്ങൾ എന്തുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല തേർഡ് പാർട്ടി? ഇതാണ് നിങ്ങളുടെ പേഴ്സൺ ആലോചിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ
നിങ്ങൾ ഇപ്പോൾ തേർഡ് പാർട്ടിയിൽ നിന്ന് അകന്ന് നിൽക്കുകയാണെന്ന് നിങ്ങളോട് എനിക്കിപ്പോൾ കണക്ഷൻ ഒന്നുമില്ല തേർഡ് പാർട്ടി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് വെച്ച് തേർഡ് പാർട്ടിയെ അകന്നപ്പോൾ ഈ പേഴ്സണ് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയി നിങ്ങളുടെ പേഴ്സണ്. തിരിച്ച് 10 of Cups ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾ തേർഡ് പാർട്ടിയാണ് കൊടുക്കുന്നതെന്നാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ വിചാരം. അതുപോലെ തന്നെ തേർഡ് പാർട്ടി വന്നപ്പോൾ നിങ്ങൾക്ക് തന്നിരുന്ന പണം വെച്ചാൽ ഈ പേഴ്സണായിരിക്കും സമ്പാദിക്കുന്നത്. സ്ത്രീ ആയാലും പുരുഷനായാലും ജോലിയുള്ളത് ഈ പേഴ്സണാണ്. അപ്പോൾ ഈ പേഴ്സണിൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു വലിയ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നു, കുട്ടികളുണ്ടെങ്കിൽ അവർക്കും കൂടെ. പക്ഷേ ഈ തേർഡ് പാർട്ടി വന്നപ്പോൾ അവരെയും കൂടെ നോക്കേണ്ടത് കൊണ്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ സമ്പാദ്യത്തിൽ കുറവ് വന്നു. അതുകൊണ്ട് തന്നെ പേഴ്സൺ പുതിയ ബിസിനസ്സും പുതിയ ജോലിയും പുതിയ സമ്പാദ്യം ഉണ്ടാക്കാനുള്ള പുതിയ വഴികൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനർത്ഥം തേർഡ് പാർട്ടിയെ കംപ്ലീറ്റ് ആയിട്ട് ലൈഫിലേക്ക് കൊണ്ടുവരാനാണ്. ചിലപ്പോൾ തേർഡ് പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ടാവും, നീ എൻ്റെ കൂടെ നിന്നാൽ മതി, ഞാൻ നിൻ്റെ കാര്യങ്ങൾ നോക്കിക്കോളാം. എന്തായാലും ഭയങ്കര പാഷനേറ്റ് ആണ് തേർഡ് പാർട്ടിയോട്. ചിലപ്പോൾ രഹസ്യമായിട്ട് വിവാഹം കഴിക്കാനും ഒരു ചാൻസ് ഉണ്ട്. രഹസ്യങ്ങൾ ഇഷ്ടം പോലെ കാണിക്കുന്നുണ്ട്. മൂൺ കാർഡ് 2 പ്രാവശ്യം വന്നു, ഒരെണ്ണം റിവേഴ്സും ഒരെണ്ണം പോസിറ്റീവും. അപ്പോൾ നിങ്ങളിത് രഹസ്യമായിട്ട് വെക്കാവുന്ന കാര്യമാണെങ്കിൽ നിങ്ങളത് അറിയും. വിവാഹം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ അറിയും. അതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഊഹമുണ്ടാവും പേഴ്സൺ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ തേർഡ് പാർട്ടിയെ കൂടെ വിവാഹം കഴിക്കണം. തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കില്ല, നിങ്ങളെയും ഉപേക്ഷിക്കില്ല, തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കില്ല എന്നൊരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. എന്താണ് വരാൻ പോകുന്നത്? ഹാർട്ട് ബ്രേക്ക്. ഇവിടെ നിങ്ങൾ തേർഡ് പേഴ്സണെ ഫോർഗീവ് ചെയ്യുമെന്നാണ് പറയുന്നത്. നിങ്ങൾ ഒട്ടും ഹാപ്പി ആവില്ല സിറ്റുവേഷൻ. പക്ഷേ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും ഈ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ ജോലിയുള്ള ഒരാളാണ്, നല്ല സമ്പാദ്യമുള്ള ഒരാളാണ്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഭയങ്കര സ്നേഹമുള്ള ആളാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ കുട്ടികളുണ്ടാവാം, ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി ഉണ്ടാവാൻ വഴിയില്ല. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. തേർഡ് പാർട്ടി ഉപേക്ഷിക്കാൻ നിങ്ങളുടെ പേഴ്സണോട് പറയാം, പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ ഇവിടെ അതിനൊരു പോസിബിലിറ്റി കാണുന്നില്ല. അവസാനം നിങ്ങൾ മുട്ടുമടക്കേണ്ടി വരും. നിങ്ങളുടെ പേഴ്സണെ ആക്സെപ്റ്റ് ചെയ്യും ഇതേ സിറ്റുവേഷൻ. നിങ്ങൾ ഒട്ടും ഹാപ്പി ആയിരിക്കില്ല, പക്ഷെ നിങ്ങൾക്ക് വേറെ വഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾ കൂട്ടുനിൽക്കും. ഓക്കെ, മനസ്സോടെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടിയിൽ നിന്ന് കൊണ്ടുവരാൻ ട്രൈ ചെയ്യുന്ന ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കൈവിടും. കാരണം നിങ്ങൾക്ക് അവിടെ ജയിക്കാൻ പറ്റില്ല. മനസ്സിലായോ? കാരണം നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഒബ്സസ്ഡ് ആണ്. നിങ്ങളുടെ പേഴ്സണലി ഒബ്സസ്ഡ് ആണ്, ഡിപ്പെൻഡൻ്റ് ആണ്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ ഒബ്സസ്ഡ് ആണ്. നിങ്ങൾ ആ പേഴ്സണിൻ്റെ വൈഫോ ഹസ്ബൻഡോ ആണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ മുമ്പിൽ നിങ്ങൾ മുട്ടുമടക്കേണ്ടി വരും. നിങ്ങളുടെ തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ റെഡി ആവില്ല. അത് നിങ്ങൾ അവസാനം ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് പറയുന്നത്. കാപ്രിക്കോൺ, ലീബ്ര, ക്യാൻസർ, സ്കോർപ്പിയോ. ഇത്ര എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ടോറസ്, ലീബ്ര, പൈസീസ്, ഇത്രയും സോഡിയക്സ് എന്നാണ് കാണുന്നത്. മൂന്നാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ആദ്യം നമുക്ക് ഓറക്കിൾ മെസ്സേജിലേക്ക് പോകാം. ഭവാനി, എന്ത് ഓറക്കിൾ മെസ്സേജാണ് ഭഗവാൻ ഈ ഒരു സിറ്റുവേഷനിൽ? എന്ത് ഓറക്കിൾ മെസ്സേജാണ് ഭഗവാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്? ടോക്സിക് കാർഡ് കണ്ടു. മഹാശിവരാത്രി, ലവ് ആൻഡ് ഹാർമണി അവൈറ്റ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും ഈ സിറ്റുവേഷൻ മാറുമെന്ന് തോന്നുന്നു. അതല്ലെങ്കിൽ പുതിയൊരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും.
കേട്ടോ. അങ്ങനെയാണ് കാണിക്കുന്നത്. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, നിങ്ങളുടെ മാത്രം സ്വന്തമായിട്ട്. അതല്ലെങ്കിൽ അവിടെ സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സോൾമേറ്റ് കണക്ഷൻ വരാൻ പോകുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജിയാണ്. 2 of Wands. നിങ്ങളുടെ പേഴ്സൺ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞു, അതിന് ഇനി പ്രാവർത്തികമാക്കണം. എന്താണോ തീരുമാനം എടുത്തേക്കുന്നത്, വളരെ ആലോചിച്ച് തീരുമാനമെടുത്തതാണ്, വളരെയധികം പരിശ്രമത്തിന് ശേഷം എടുത്ത തീരുമാനമാണ്. ഇനി ആക്ഷനാണ്. അപ്പോൾ ചോയ്സ്, തേർഡ് പാർട്ടിയും നിങ്ങളുമായിട്ടുള്ള കാര്യത്തിലാണ് ഒരു ചോയ്സ് എടുത്തേക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ, കേട്ടോ. ഇനി ആക്ഷനാണ്. നിങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയായിരുന്നെങ്കിൽ, കോൺടാക്റ്റിലായിരുന്നെങ്കിൽ ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമായിരിക്കും. നോക്കാം. അവിടെയും ഡിസിഷനാണ് കാണിക്കുന്നത്, ഇവിടെയും ചോയ്സ്, അവിടെയും ചോയ്സ്. 2 കാർഡ് ചോയ്സ് കാണിക്കുന്നുണ്ട്. ഹെർമിറ്റും എന്ന് പറഞ്ഞാൽ റിവേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ വെച്ചാൽ ഒളിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ, അല്ലെങ്കിൽ സീക്രട്സ് വയ്ക്കുന്ന ആൾ, മനസ്സിലുള്ള കാര്യങ്ങളൊന്നും ആരോടും തുറന്നു പറയാതിരിക്കുന്ന ഒരു എനർജി. ഈ പേഴ്സൺ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, പക്ഷേ ഇതിനെക്കുറിച്ച് ഈ പേഴ്സൺ ആരോടും സംസാരിക്കുന്നില്ല. ഇത് സീക്രട്ടായിട്ട് വെച്ചിട്ട് പേഴ്സൺ ആക്ഷൻ എടുക്കാൻ പോവുകയാണ്, ആരോടും പറയുന്നില്ല ഇതിനെക്കുറിച്ചിട്ട്. വെർഗോ സോഡിയാക് സൈൻ ആണിത്. അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. വളരെ സ്ട്രോങ് ആയിട്ടുള്ള എന്തോ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്, ഒരു ചോയ്സ് എടുത്തിട്ടുണ്ട് പേഴ്സൺ. ഒരു കാര്യം ചൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടിയെ റിജക്റ്റ് ചെയ്യുന്നത് കാണുന്നത് പോലെ എനിക്ക് തോന്നി. ചില സമയത്ത് നമ്മളുടെ റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ലാതെ നമ്മളൊരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ ചെന്ന് കയറും. അപ്പോൾ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിനേക്കാളും കഷ്ടമായിരിക്കും ആ സിറ്റുവേഷൻ. എന്നാലും ചിലർ അത് ആക്സെപ്റ്റ് ചെയ്യും. കാരണം ഇനിയിപ്പോൾ എനിക്ക് അന്വേഷിക്കാൻ വയ്യ, അതുകൊണ്ട് ഈ സിറ്റുവേഷൻ ആയിക്കോട്ടെ എന്നും വിചാരിച്ച് രണ്ടാമത് വന്ന ചീത്ത സിറ്റുവേഷൻ ചിലർ ആക്സെപ്റ്റ് ചെയ്യും. തമ്മിൽ ഭേദം തൊമ്മലെന്ന് ചിലർ വിചാരിക്കും. മനസ്സിലാവുണ്ടോ? അങ്ങനൊരു സിറ്റുവേഷൻ ആണോ ഇത്? നോക്കട്ടെ. തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സണലുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കാനാണ് നിങ്ങളുടെ എവിടെയോ യാത്ര പോകാൻ എന്തോ പ്ലാൻ ഉണ്ടാകും. വേൾഡ് കാർഡ് റിവേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെന്തോ പോകാൻ, ചിലപ്പോൾ ഒളിച്ചോടാൻ പ്ലാനിട്ടാണോ? എന്തായാലും അത് വേണ്ടാന്ന് വെക്കുകയാണ്. വേൾഡ് കാർഡ് റിവേഴ്സാണ് വന്നേക്കുന്നത്. അതിന് കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ മാരേജിൽ വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ. മനസ്സിലായോ? അപ്പോൾ റിലേഷൻഷിപ്പ്, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പൊക്കെ ഒരു തമാശ, അതൊക്കെ ഒരു രസമാണ് ഒരു പരിധി വരെ. അത് കഴിഞ്ഞാൽ അതിലേക്ക് പോകാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. കാരണം വളരെ ട്രഡീഷണലായ ഒരു എനർജിയാണ്. സ്ത്രീ ആയാലും പുരുഷനായാലും വളരെ നമ്മളുടെ കൾച്ചറിലും നമ്മളുടെ മാരേജ്, നമ്മളുടെ കൾച്ചറിലും എല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ തമാശയ്ക്ക് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതും അവരോട് ഒളിച്ചോടി മാരേജ് ഉപേക്ഷിക്കുന്നതും ഒന്നും ഈ പേഴ്സണ് പോസിബിൾ അല്ല പേഴ്സണെ കൊണ്ട്. അതുകൊണ്ടാണ് തേർഡ് പാർട്ടിയായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായപ്പോഴും, തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒളിച്ചോടാൻ പ്ലാൻ ഇട്ടപ്പോഴും നിങ്ങളുടെ പേഴ്സൺ അതിനെതിരായിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നത്. തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കാൻ തന്നെയാണ് ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ അൺകണ്ടീഷണൽ ലവാണ്. നിങ്ങളെക്കുറിച്ച് ഓർത്തപ്പോൾ നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ പേഴ്സണ് പ്രശ്നമൊന്നുമില്ല. ആ പേഴ്സൻ്റെ സ്വഭാവം ഉഴപ്പായതുകൊണ്ട് മാത്രമാണ് തേർഡ് പാർട്ടി റിലേഷൻഷിപ്സ് വയ്ക്കുന്നത്. പേഴ്സൺ ഒരു റിലേഷൻഷിപ്പിൽ ഹാപ്പി ആവില്ല. അങ്ങനത്തെ ഒരു ഇതാണ്. ഇപ്പം ഒരു കോമഡി ഞാൻ വായിച്ചത്, അതിൽ പറയുന്നത് ഒരു സ്ത്രീയോട് ചോദിക്കും, നിങ്ങൾ സ്നേഹിക്കുന്നത്
നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ തന്നെ നന്നായിട്ട് വീട് നോക്കുന്ന ഒരാൾ വേണം, നന്നായിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരാൾ വേണം, നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരാൾ വേണം എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരാളിന് പോസിബിൾ ആണെന്ന് വെച്ചപ്പോൾ അത് കുഴപ്പമില്ല, ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞു. മനസ്സിലാവുണ്ടോ? അങ്ങനെ. അപ്പോൾ നമ്മളുടെ മനസ്സിൽ പല ആഗ്രഹങ്ങളുണ്ട്, എല്ലാം ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നറിഞ്ഞുകൊണ്ട് കല്യാണത്തിലേക്ക് കയറിയിട്ട് കല്യാണം കഴിക്കുന്ന ആളെ ഓക്കെ അവിടെ ഇരുന്നോട്ടെ കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ആഗ്രഹങ്ങൾ പല വഴിക്ക് എനിക്ക് സാധിക്കാമല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പം അതുകൊണ്ട് തന്നെ വിവാഹം കഴിച്ച ആ വിവാഹത്തിനൊരു വില കൊടുക്കുന്നുണ്ട്, ആ കെട്ടിയ താലി അല്ലെങ്കിൽ ആ വാക്ക് മാറൽ. മനസ്സിലായോ? ഒരു വാക്ക് കൊടുക്കൽ ഒരു ലീഗൽ സിറ്റുവേഷനാണ്. വിവാഹം ഒരു ലീഗൽ ബോണ്ടാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ സൈൻ ചെയ്യും, ബോണ്ട് സൈൻ ചെയ്യണം, ഒരു എഗ്രിമെൻ്റാണ് വിവാഹം. അപ്പോൾ ഈ വിവാഹത്തിൽ ആ പേഴ്സണ് ഭയങ്കര വിശ്വാസമാണ്, ഒരു ബോണ്ടാണ്, ഒരു എഗ്രിമെൻ്റാണ്, അതിൽ ഭയങ്കര വിശ്വാസമാണ്. അത് മുറിക്കാൻ ഇല്ലീഗൽ പോകാൻ ഈ പേഴ്സൺ ഇഷ്ടമല്ല. പക്ഷേ എക്സ്ട്രാ മാരിറ്റൽ ലൈഫ് ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. പക്ഷേ അവരെ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ല. പക്ഷേ ഈ തേർഡ് പാർട്ടി നിങ്ങൾക്ക് ടെൻഷൻ തന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ തേർഡ് പാർട്ടി മാക്സിമം ഈ പേഴ്സണെ മുറുക്കെ പിടിക്കാൻ നോക്കി. മനസ്സിലായോ? ഈ പേഴ്സൺ ഒരു പരിധി വരെ വഴങ്ങിക്കൊടുത്തു. ശരി, നമുക്ക് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങൾ അറിയുന്നുണ്ട് ഇതെല്ലാം, പക്ഷെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ല. എവിടം വരെ പോകുമെന്ന് ചിലപ്പോൾ നിങ്ങൾ നോക്കിയിരുന്നിട്ടുണ്ടാവാം. എന്തായാലും ഈ പേഴ്സൺ ഒളിച്ചോടാൻ വരെ റെഡിയായി. പക്ഷേ ഒളിച്ചോടാനായിട്ട് തേർഡ് പാർട്ടി ചിലപ്പം ബസ് സ്റ്റാൻഡിൽ വരുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചെല്ലില്ലായിരിക്കും, തമാശ പറഞ്ഞാൽ. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ആ ഒളിച്ചോടത്തിൽ നിന്ന് പിന്മാറി. നിങ്ങളുടെ മാരേജാണ് ഈ പേഴ്സൺ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ തേർഡ് പാർട്ടിയെ ഒളിച്ച് വിവാഹം കഴിക്കണമെന്ന് വിചാരിച്ചിരുന്ന നിങ്ങളുടെ പേഴ്സൺ അത് വേണ്ടാന്ന് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊരു വലിയ തലവേദനയാകും എന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ അറിയാം. അപ്പോൾ ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ അന്തം വിടും, ഞാൻ എങ്ങനെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ചെന്ന് കയറി എന്നൊരു സംശയവും പേഴ്സൺ ഉണ്ട്. പക്ഷേ ഒരു പ്രാവശ്യം തേർഡ് പാർട്ടി ഇപ്പം അവോയ്ഡ് ചെയ്യാണ്. തേർഡ് പാർട്ടിയെ തിരിച്ച് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. റീകൺസിലിയേഷൻ പോസിബിൾ അല്ല തേർഡ് പാർട്ടിയായിട്ട്. തേർഡ് പാർട്ടി തിരിച്ചു വരാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നുമില്ല. എന്നുവെച്ചാൽ തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു തീരുമാനമായിട്ടുണ്ട് ഇവിടെ. പക്ഷേ ഇതുകൊണ്ട് ഇനി ഫ്യൂച്ചറിൽ വേറെ തേർഡ് പാർട്ടികൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു പെർട്ടിക്കുലർ തേർഡ് പാർട്ടി നിങ്ങൾക്ക് തലവേദന തന്നുകൊണ്ടിരുന്ന തേർഡ് പാർട്ടി, നിങ്ങളുടെ പേഴ്സൺ ഓൾമോസ്റ്റ് കല്യാണം കഴിക്കാൻ പോയ തേർഡ് പാർട്ടിയെ വേണ്ടാന്ന് വെക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ സ്ട്രോങ് ആയിട്ട് ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ ഉണ്ട്, ടോറസ് ഉണ്ട്, വെർഗോ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഉദ്ദേശിച്ചത്? ഗ്രോത്ത് ഒന്നും നിങ്ങളുടെ പേഴ്സൺ വേണ്ടായിരുന്നു കേട്ടോ. തേർഡ് പാർട്ടി ഭയങ്കര സെൽഫിഷ് ആയ എനർജിയാണ്. അത് നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായി. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയുടെ സ്വഭാവം മനസ്സിലായപ്പോൾ തേർഡ് പാർട്ടി പിന്നെ നിങ്ങളുടെ പേഴ്സണിൻ്റെ അടുത്തേക്ക് വരാൻ നോക്കിയപ്പോൾ പേഴ്സൺ അവോയ്ഡ് ചെയ്താണ് ഇരിക്കുന്നത്. തേർഡ് പാർട്ടിയെ അവർ പറയുന്ന ഒരു കാര്യവും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വിശ്വസിക്കുന്നില്ല. അവരെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നത്. ഇപ്പോൾ അകന്നാണ് നിൽക്കുന്നത്. ഇൻറ്റൻഷൻ കല്യാണം വരെ എത്തിയ കാര്യമാണ് ഒളിച്ചോടി. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ശരിക്കും മനസ്സിലായിട്ടുണ്ട് തേർഡ് പാർട്ടി. അത് കണ്ടു 10 ഓഫ് സ്വേർഡ്സ് ആണ്. റിലേഷൻഷിപ്പ് കഴിഞ്ഞു. ഒരു മാക്സിമം എത്തേണ്ടടുത്ത് എത്തിയിട്ട് തിരിച്ചു പോകുന്നു. 4 ഓഫ് കപ്സ് 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയത്. തേർഡ് പാർട്ടിയെ കൈവിട്ടു നിങ്ങളുടെ പേഴ്സൺ. ടോറസ് ലീബ്രയാണത്. തേർഡ് പാർട്ടിയുമായിട്ട് ഒരു ഇൻറ്റൻഷനും ഇല്ല നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് കഴിഞ്ഞു. ഇവിടെ 5 ഓഫ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ തമ്മിൽ ഭയങ്കര അടിയാണ് ഇപ്പോൾ. അവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല. അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു നിങ്ങളുടെ പേഴ്സണ് തോന്നിയതാണ്. ആ തോന്നലിന് വ്യത്യാസം വന്നു. അപ്പോൾ ഇവിടെ എന്താണ് ഔട്ട്കം വരാൻ പോകുന്നത്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ ഔട്ട്കം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇതൊന്നും പറയില്ല. ഈ കാര്യമൊക്കെ സീക്രട്ടായിട്ട് വെക്കും. നിങ്ങൾ തേർഡ് പാർട്ടി പോയതും അറിയാൻ പോകുന്നില്ല, തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വിട്ടതും അറിയില്ല. ഇനി പുതിയ തേർഡ് പാർട്ടി വന്ന് കയറുന്നത് അതും നിങ്ങൾ ചിലപ്പോൾ അറിയില്ല. നിങ്ങൾ വിചാരിക്കും ഇത് പഴയ തേർഡ് പാർട്ടി തന്നെയാണെന്ന്. പക്ഷേ ആ തേർഡ് പാർട്ടി നിങ്ങളെ പേടിപ്പിച്ച തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളുടെ പേഴ്സൺ വേണ്ടെന്ന് വെച്ചു. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് നിങ്ങളുടെ പേഴ്സൺ. തെറ്റിൻ്റെ അരികു വരെ, കിണറ്റിലേക്ക് ചാടാൻ വേണ്ടി അരികു വരെ ചെന്നിട്ട് മറ്റയാൾ ചാടിയൊന്നും നോക്കാതെ നിങ്ങളുടെ പേഴ്സൺ ചാടാണ്ട് തിരിച്ചു പോകുന്നു. അതാണ് ഇവിടെ നടന്നത്. മനസ്സിലായി? എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന്.
തേർഡ് പാർട്ടി വലിയ വിശ്വാസത്തിൽ ബാഗൊക്കെ പാക്ക് ചെയ്ത് ചിലപ്പോൾ എയർപോർട്ടിൽ എവിടെയെങ്കിലും വന്ന് നിൽക്കുന്നുണ്ടാവാം, മനസ്സിലാവുണ്ടോ? നിങ്ങളുടെ പേഴ്സൺ ചെല്ലില്ല. പിന്നെ തേർഡ് പാർട്ടി ആവുമ്പോൾ അവർ അത് എക്സ്പെക്റ്റ് ചെയ്യണമല്ലോ. ഒരു വിവാഹം കഴിച്ച ആളൊരു സ്ട്രോങ് കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലുള്ള ഒരാളെ നമ്മൾ വലിച്ച്, അതും കള്ളത്തരത്തിൽ കൂടെ വലിച്ച് അടുപ്പിക്കാൻ നോക്കുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു പറ്റാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലേ? അതുകൊണ്ടാണ് ഇത് നോക്ക്. നിങ്ങൾക്ക് പക്ഷെ നല്ലതാണ്, നിങ്ങളെ റിലേഷൻഷിപ്പ് തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഇത് മഹാശിവരാത്രിയോട് ആ സമയത്തോടനുബന്ധിച്ച് അതിനുള്ളിലാണ് നടക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കുറേയൊക്കെ നിങ്ങൾ ടെൻഷൻ അനുഭവിക്കും, അത് പക്ഷേ കുഴപ്പമൊന്നുമില്ല. നിങ്ങളോട് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് നിങ്ങളുടെ പേഴ്സണ്. അപ്പോൾ രണ്ടും കൽപ്പിച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പറ്റിക്കും, ഇനിയും പറ്റിക്കും നിങ്ങളെ. കാരണം നിങ്ങളുമായിട്ടുള്ള എന്താ പറയുക, പല റിലേഷൻഷിപ്പ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വരും, അത് ആ പേഴ്സണ് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ പെർട്ടിക്കുലർ തേർഡ് പാർട്ടി ഇതാണ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയ ഒരു സിറ്റുവേഷനാണിത്. പക്ഷേ ഇത് തിരിച്ചു വരികയാണ് നിങ്ങളുടെ പേഴ്സൺ. ഇനി ഇങ്ങനൊരു സിറ്റുവേഷൻ വരരുതെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതിനെ ഈ പേഴ്സൺ റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് പെട്ടുപോയതാണ്. നമ്മളുടെ ഒരു ഹിസ്റ്ററി പറയുകയാണ്, ഒരു സിനിമാ നടൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആ പേഴ്സൺ ഒരു സ്ത്രീയായിട്ട് ഇഷ്ടമായി, അവളും സിനിമാ നടിയാണ്. അവൾക്കൊരു ഫ്രണ്ട് ഉണ്ട്, അവളും സിനിമാ നടിയാണ്. ഇവർ രണ്ടുപേരും കൂടെ വളരെ സീരിയസ് ആയിട്ടിരിക്കുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് കല്യാണം വരെ ഉറപ്പിക്കാൻ നിൽക്കുമ്പോഴാണ് അറിയുന്നത് ഇയാൾ ഈ പെണ്ണിനെ, സ്നേഹിച്ച പെണ്ണിൻ്റെ ഫ്രണ്ടിനെ കല്യാണം കഴിച്ചു. മനസ്സിലായോ? എന്നിട്ട് അവർ ഒരുമിച്ച് കുട്ടികളൊക്കെ ഉണ്ട്. വർഷങ്ങൾക്ക് ശേഷം വേറൊരു സിനിമാ നടി, പുതിയൊരു യങ് സിനിമാ നടി വന്നപ്പോൾ ഇയാൾ വേറെ ആരോടും തോന്നാത്തൊരു അട്രാക്ഷൻ ഈ സിനിമാ നടിയോട് തോന്നി. ഈ സിനിമാ നടിയോട് തോന്നി ഇവരോട് ഭയങ്കര സ്ട്രോങ് ആവും. അവസാനം ഭാര്യ പറയും ഇനി മേലാൽ ആ സിനിമാ നടിയോട് അഭിനയിക്കരുത്. അതോടെയാണ് നിർത്തി. ഇപ്പോൾ ഭാര്യയും ഭർത്താവും കുട്ടികളും സന്തോഷമായിട്ട് ജീവിക്കുന്നു. പക്ഷേ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരും. അപ്പോൾ ഓൾമോസ്റ്റ് അവിടെയും ഒരു പ്രശ്നം ഉണ്ടായി പോകാൻ നോക്കിയിട്ട് ഭാര്യയുടെ സ്ട്രെങ്ത് കൊണ്ട് ഭാര്യ തിരിച്ചു പിടിക്കുകയാണ് ചെയ്തത് ഭർത്താവ്. അത് ഭർത്താവ് അങ്ങനത്തെ ഒരു ഭർത്താവ് ആയതുകൊണ്ട്, നിങ്ങളുടേത് അങ്ങനത്തെ അല്ല. നിങ്ങളുടെ ആൾ ഇപ്പോൾ ഉള്ള ഇത് ഭാര്യയാവാം ഭർത്താവാം. ഞാൻ ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നു. സ്ത്രീ ആവാം പുരുഷനാവാം. ഇവിടെ എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ തേർഡ് പാർട്ടിയെ പറ്റിച്ചിട്ട്, തേർഡ് പാർട്ടി നിങ്ങളെ പറ്റിക്കാൻ നോക്കി പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ഇല്ല, അതന്നെ ചെട്ടിയെ ദൈവം ചതിക്കുന്ന പറയുന്നത്. അപ്പോൾ ഇവിടെ ആരെ ചതിച്ചു, അവസാനം നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരും. എന്തിന്? നിങ്ങളെ പിന്നെയും ചതിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങളെ ഉപേക്ഷിക്കില്ല ഈ പേഴ്സൺ, അതൊരു കാര്യമുണ്ട്. അപ്പോൾ ലിയോ, ക്യാൻസർ, ടോറസ്, ലിബ്ര, സ്കോർപ്പിയോ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, ടോറസ്, വെർഗോ. ഇത്രയുമാണ് സോഡിയാക് സൈൻസ്. ഇതോടെ ഈ കാർഡ് നിങ്ങൾക്ക് വന്നത് എന്താണെന്നറിയാമോ? കാരണം നിങ്ങൾ ഈ പേഴ്സണെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് നിങ്ങളുടെ വിവാഹ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇത് തിരിച്ചു വരുന്നു. മനസ്സിലായി? പക്ഷേ ഇത് ഹാപ്പിലി എവർ ആഫ്റ്റർ ഫെയറി ടെയിൽ സിറ്റുവേഷൻ അല്ല. ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഹാർമണി കുറച്ചും കൂടെ തിരിച്ചു വരും. ഹാർമണി എന്ന് പറഞ്ഞാൽ സന്തോഷം, നിങ്ങൾക്കുള്ള സന്തോഷം. നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്നു എന്ന സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാം. അതാണ് മൂന്നാമത്തെ റീഡിങ്. അപ്പോൾ ഇതോടെ ഞാൻ ഇന്നത്തെ റീഡിങ് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടിരുന്ന എല്ലാവർക്കും, പുതിയതായി വന്ന ആളുകൾക്കും സ്ഥിരമായി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കും എല്ലാം വളരെ വളരെ നന്ദി. എല്ലാവർക്കും ദൈവം സന്തോഷവും സമാധാനവും സമൃദ്ധിയും സംതൃപ്തിയും അറിഞ്ഞ് തരാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് കാണാം. ബൈ ബൈ. ടേക്ക് കെയർ.